ഹായ് ഡിയേഴ്സ്, കൊറിയൻ സ്പെഷ്യൽ നൂഡിൽസ് ബുൾഡക്ക് നൂഡിൽസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ബുൾഡക്ക് സ്പൈസി റാമനാണ്. ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുമുണ്ട്, ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫീഡിൽ കുറേ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബുൾഡക്ക് സോസും വരുന്നുണ്ട്, ഒരു പൗഡറും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. സാധാരണ നൂഡിൽസിൽ നിന്നും കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് സ്ലൈസ്ഡ് ചീസും ഒരു എഗ് യോക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ബുൾഡക്ക് സോസ് കേട്ടോ. അതിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല സ്പൈസിയാണ്. നോർമലായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയതാണ്. അപ്പോൾ സ്പൈസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാലാണ് ചേർക്കുന്നത് വെള്ളത്തിന് പകരം. നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ ഫ്രഷ് ക്രീമും മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പൈസിയും കുറയും, ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിവിടെ പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പൗഡറും കൂടി കാർബണോറ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിരുന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ബുൾഡക്ക് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്പൈസി റാമൻ അതിൽ പേര് കേട്ടത് തന്നെ അത്യാവശ്യം സ്പൈസിയാണ്. പാലും ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കാം. നല്ല ടേസ്റ്റി ആയതാണ്. സാധാരണ നൂഡിൽസിൽ നിന്ന് കുറച്ചും കൂടി ചൂയിയാണ്. പിന്നെ ഈ ഡ്രാമ ഫാൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നൂഡിൽസ് കൂടി ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ഫോളോ. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നോർമൽ നൂഡിൽസ് പോലെയല്ല, കുറച്ച് ചൂയിയാണ്. അപ്പോൾ അവൾ പറയുന്നത് അത്ര ഹൈപ്പിനുള്ളതൊന്നും ഇല്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗുമായി കാണാം. താങ്ക്